ക്രൂശിങ്കിലേക്ക് നോക്കുക എന്ന ധ്യാന പരമ്പരയിലെ ഇന്നത്തെ ധ്യാനം 1 കൊരിന്ത്യർ 1-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താൻ. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താൻ. വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ട, ഗൗരവമായി വായിക്കേണ്ട, വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു വാക്യഭാഗം ആണിത്. വാക്ചാതുര്യം, ഭാഷാപ്രാവീണ്യം, ശക്തമായ ആശയവിനിമയം, ഇതൊക്കെയാണ് പൊതുവെ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് സഹായകമെന്ന് നമുക്ക് തോന്നാറുള്ളത്. എന്നാൽ മേൽപ്പറഞ്ഞ പ്രാവീണ്യങ്ങളോ വൈദഗ്ധ്യങ്ങളോ ചാരുതകളോ ഗുണമല്ല എന്ന് മാത്രമല്ല, അതൊരു പക്ഷേ ദോഷമാണ് എന്നുകൂടെയാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്നത്. ക്രൂശിൻ്റെ വചനം വ്യർത്ഥമാകാതിരിക്കേണ്ടതിന്, അഥവാ ക്രൂശിൻ്റെ വചനത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്, അഥവാ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ആഴം തെറ്റായി ധരിക്കാതിരിക്കേണ്ടതിന്, അല്ലെങ്കിൽ ക്രൂശിൻ്റെ വചനം, ക്രിസ്തുവിൻ്റെ ക്രൂശ് ഒരു ദിവ്യ കൂദാശയാണെന്ന് മനസ്സിലാകാതിരിക്കാൻ ടു മച്ച് ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇടയാകാം. അതുകൊണ്ട് എല്ലാം വ്യക്തമാവുകയല്ല. ദൈവത്തിൽ ക്രൂശിനൊരർത്ഥമുണ്ടെന്ന്. ഒരുപക്ഷെ ദി അൺഎക്സ്പ്ലെയിനബിൾ ഡിമെൻഷൻ ഓഫ് കുരിശ്, ദി അൺഎക്സ്പ്ലെയിനബിൾ ഡിമെൻഷൻ ഓഫ് ക്രോസ്, ദ ഇൻഎക്സ്പ്ലിക്കബിൾ ഡിമെൻഷൻ ഓഫ് ക്രോസ്, വിശദീകരിക്കുവാൻ സാധിക്കാത്തതും വ്യക്തമാക്കാൻ വഹിയാത്തതുമായ ഒരു മർമ്മം കുരിശിനുണ്ട് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യു cannot contain the reality fully. You cannot explain the reality fully. And the cross is a grand reality and a grand mystery. അത് നമുക്ക് പൂർണ്ണമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പൗലോസ് പറയുന്നതാണ്, ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഈ ഭാഗം. ക്രിസ്തുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ല താൻ. ദൈവമേ, നിൻ്റെ കുരിശിൻ്റെ മർമ്മം നിത്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. ആ രഹസ്യത്തിൻ്റെ വിസ്മയത്തിലും അതിൻ്റെ അത്ഭുതത്തിലും ഞങ്ങളെ പുതുക്കണമേ.